അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാകുമ്പോൾ ഷീല ദീക്ഷിത് രണ്ട് വട്ടം മുഖ്യമന്ത്രിയായ ശേഷം വരുന്ന വനിതാ മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ബിരുദം നേടിയ ഓക്സ്ഫോർഡിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ അതിഷി 2013 രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. ആപ്പിന്റെ തുടക്കകാലത്ത് സിസോദിയുടെ ഉപദേശകയായി രാഷ്ട്രീയത്തിൽ എത്തുകയായിരുന്നു. വിദ്യാഭ്യാസ വിദഗ്ധ എന്ന നിലയ്ക്കാണ് അവർ ആദ്യം എത്തുന്നത്. വിദ്യാഭ്യാസ ധനകാര്യ മന്ത്രിയാണ് നിലവിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായത്. സിസോദിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് മന്ത്രിയായത്. ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ്, അതിനുശേഷം ജാമ്യം ലഭിച്ചെങ്കിലും കേജ്രിവാൾ രാജിവെക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് അതിഷി എത്തുകയാണ്. നോബിൾ ഈ MLA-മാരുടെ യോഗത്തിൽ നടന്ന ചർച്ച, അതിനു മുമ്പ് സിസോദിയെയും കേജ്രിവാളും നടത്തിയ ചർച്ച, ആ ചർച്ചകൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അറിയപ്പെടാത്ത ഒരു പേരായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിഷിയുടെ പേര് കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ അതല്ല സുനിത കേജ്രിവാൾ ആയേക്കാം എന്നുള്ള സൂചനകളും ഒരു വശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ജയിലിൽ പോയ ഘട്ടത്തിൽ കേജ്രിവാളിൻ്റെ നാവായി പുറത്ത് വക്താവായി പ്രതികരിച്ചുകൊണ്ടിരുന്നത് സുനിതയാണ്, പാർട്ടിയല്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സുനിതയുടെ പേരും വന്നേക്കുമെന്നുള്ള സാധ്യതകൾ കൽപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത് കേജ്രിവാളാണ് എന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത്. തീർച്ചയായും അതിഷി മർലേനയുടെ പേര് മുന്നോട്ട് വെച്ചത് കേജ്രിവാൾ തന്നെയാണ്. കേജ്രിവാൾ ഇന്നലെ ചേർന്ന ആം ആദ്മിയുടെ രാഷ്ട്രീയകാര്യ സമിതി വിശദമായി തന്നെ അതിഷി, അതായത് പുതിയ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിൽ അതിഷിയുടെ പേര് ഉയർന്നിരുന്നു. അതിനെ മനീഷ് സിസോദിയെ പിന്താങ്ങുകയും ചെയ്തു. പിന്നീട് ഭൂരിഭാഗം നേതാക്കളും, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനപ്പുറം മറ്റൊരു വാക്ക് ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്ന് ഏറെക്കുറെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ആം ആദ്മി പാർട്ടിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും നടക്കാതെ പോകാത്ത സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പേര് അതിഷി മർലേനയുടേതായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തയാണ് എന്താണ് ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ ഘട്ടത്തിൽ അതിഷി മർലേന നടത്തിയ പ്രവർത്തനങ്ങൾ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ട് എന്നും പാർട്ടി വൃത്തങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസത്തിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൈവച്ച നേട്ടങ്ങൾ, അത്തരത്തിൽ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അതിനിടയിൽ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്ത നിലപാടുകൾ, ഒപ്പം വക്താവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അതിഷി മർലേനയ്ക്ക് ഗുണകരമായി. അതോടൊപ്പം തന്നെ 2013 മുതൽ തന്നെ അതിഷി ഈ ആം ആദ്മി പാർട്ടിയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി അതിഷിക്ക് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ തന്നെ കൃത്യമായ ബന്ധങ്ങളുണ്ട്. അതും അതിഷിക്ക് ഗുണം ചെയ്തു. അതോടൊപ്പം തന്നെ പല പേരുകൾ നമ്മൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഷിക്ക് പുറത്ത് മറ്റു പല പേരുകളും ഈ ചർച്ചകളിൽ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കൈലാഷ് ഗെഹ്ലോട്ട്, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവായ ഗോപാൽ റായ്, ഒപ്പം സൗരവ് ഭരദ്വാജ്, അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ അടക്കമുള്ള പേരുകൾ എന്താണെങ്കിലും ഈ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുനിത കേജ്രിവാളൊന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യം സ്വയം പോലും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കുറച്ചു മുമ്പ് സൗരവ് ഭരദ്വാജ് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് സുനിത കേജ്രിവാൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തില്ല, അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം അതല്ല. അത് മാത്രമല്ല സുനിത കേജ്രിവാളിന് അത്രയും താല്പര്യങ്ങൾ പിന്നെ ഉണ്ടായിരുന്ന ഈ മുതിർന്ന നേതാക്കളുടെ പേരുകളായിരുന്നു. പക്ഷേ മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നെങ്കിൽ പോലും അതിനെല്ലാം അപ്പുറം അതിഷിയെ പോലെ പ്രത്യേകിച്ച് ഒരു വനിതാ മുഖത്തെ മുഖ്യമന്ത്രിയാക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ആം ആദ്മി കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതിനൊരു പശ്ചാത്തലത്തിലാണ് അതിഷി മർലേന എന്ന പേരിലേക്ക് ആം ആദ്മി പാർട്ടി ഒടുവിൽ എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും അതിഷി മുഖ്യമന്ത്രിയാകുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗേറ്റിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ ഏറെക്കുറെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. അരവിന്ദ് കെജ്രിവാളിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ എല്ലാം ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനീഷ് സിസോദിയ, ഗോപാൽ റായ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് അകത്തുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തും. കേജ്രിവാളിന്റെ വസതിയിലാണ് ഈ നിർണായകമായ യോഗം ചേരുകയും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. നോബിൾ, ഞാൻ എത്താം നോബിളിലേക്ക്. ഏതായാലും വലിയ രാഷ്ട്രീയ കൗതുകങ്ങൾ ഉണ്ട് അതിഷി മർലേന എന്ന യുവ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച്. കേജ്രിവാളിന് ശേഷം ആര് എന്നുള്ള ഘട്ടത്തിലൊക്കെ അതിഷിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ തെരുവിൽ നടന്ന വലിയ സമരം, ആ സമരത്തിൽ മർദ്ദനം ഏറ്റുവാങ്ങിയ അതിഷി മർലേന ആ രൂപത്തിൽ തന്നെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ₹1 പ്രതിഫലത്തിൽ കൺസൾട്ടന്റായി ആം ആദ്മി പാർട്ടിക്കൊപ്പം ചേരുകയായിരുന്നു ഓക്സ്ഫോർഡിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ അതിഷി. ഇന്ന് പാർട്ടിയുടെ പോരാട്ട മുഖം, ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ മുഖമായി അതിഷി മാറിയിരിക്കുന്നു. കേജ്രിവാൾ കൂടി ജയിലിലായതോടുകൂടിയാണ് മുഴുവൻ പാർട്ടിയുടെ കാര്യങ്ങളും സർക്കാരിന്റെ ഭരണത്തിന്റെ കാര്യങ്ങളുടെ മേൽനോട്ടം അതിഷിയിലേക്ക് എത്തുന്നത്.
അങ്ങനെ 11 വകുപ്പുകൾ അതിഷിക്ക് ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി കസേരയിലേക്ക് അതിഷി എത്തുന്നു. ആപ്പിന്റെ പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ വാർത്തയിലേക്ക് നമുക്ക് എത്താം. വീണ്ടും